ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു എ ബ്യൂട്ടിഫുൾ സ്മൈലി മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വേറൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പറശ്ശിനിക്കടവേ റൂമെടുത്ത കഥ വരെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ രാവിലേക്ക് എണീറ്റു അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയാവുക. പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല മഴ. മുത്തപ്പനെ കാണാൻ വേണ്ടി റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് റെഡിയായി മുത്തപ്പൻ്റെ മടപ്പുരയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. മുത്തപ്പനെ കാണാൻ വരുമ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് മുത്തപ്പൻ്റെ മടപ്പുരയിലേക്ക് വളരെ സന്തോഷത്തോടെ ഞങ്ങൾ 4 പേരും കൂടെ കയറിപ്പോവാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുത്തപ്പനെ. അത് എന്തുകൊണ്ടാണെന്നോ ഒന്നും അറിയില്ല, മനസ്സിൽ പുള്ളിയോട് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് എനിക്ക്. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, മുത്തപ്പനോട് ചേർന്ന് നിൽക്കുന്നത് വളപട്ടണം പുഴയാണെന്ന്. ചെറിയൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്, കൂട്ടത്തിൽ ചെറിയ സന്തോഷമുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇന്ന് തിരുവപ്പനായില്ലെന്ന്. എന്ന് വെച്ചാൽ മുത്തപ്പനായിട്ട് വേഷം കിട്ടുന്നതില്ലെന്ന്. എല്ലാ പ്രാവശ്യവും ചെല്ലുമ്പോഴും കാണാൻ സാധിക്കാറുണ്ട്, പക്ഷേ ഇന്നിതില്ല. കാരണം ഇന്നവിടെ നിറപുത്തരിയായിരുന്നു. അതാ ഞാൻ പറഞ്ഞ ചെറിയ സന്തോഷം. നമ്മുടെ നാട്ടിലെല്ലാവരും നിറപുത്തരിയൊക്കെ കൂടുമല്ലോ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഭഗവാന്റെ നിറപുത്തരി കൂടാൻ എനിക്ക് ഈ പ്രാവശ്യം സാധിച്ചു. ഇത് ഞാൻ എല്ലാ പ്രാവശ്യവും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. തക്കുവിന് ചോറ് കൊടുത്ത സ്ഥലമാണത്. പിന്നെ മുത്തപ്പൻ്റെ പ്രസാദമൊക്കെ കഴിച്ചു, പയറും ചായയും അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നവിടെ നിറപുത്തരിയായിരുന്നു. പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നിറപുത്തരിക്ക് വേണ്ടിയുള്ള കറ്റയും കതിരും ഒക്കെ എടുത്തുകൊണ്ട് മുത്തപ്പൻ്റെ മുന്നിലേക്ക് പോവാണ്. കൂട്ടത്തിൽ ഞാനും പോയി. അങ്ങനെ എനിക്ക് കിട്ടി ഒരു ചെറിയ പീസ് നിറപുത്തരിയുടെ പ്രസാദം. നിറപുത്തരിയൊക്കെ വാങ്ങി ഞങ്ങൾ എല്ലാവരും പുറത്തിറങ്ങി. തക്കുവിന് 1-2 കളിപ്പാട്ടവും വാങ്ങി. ഞാൻ കുറച്ച് മുത്തപ്പൻ്റെ 1-2 സാധനമൊക്കെ മേടിച്ചു. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. മുത്തപ്പൻ്റെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ വലിയൊരു ഹെയർ പിൻ വളവുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അധികം വീതിയില്ല. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നാലും കയറാൻ പാടാം. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനാണ് ആ വളവ് വരുമ്പോൾ. അങ്ങനെ വളവൊക്കെ കയറി ഇറങ്ങി. ഇനി നമ്മളിവിടെ പോവുക, ഭക്ഷണം കഴിക്കാൻ പോവുക. കാരണം രാവിലെ ഇറങ്ങിയതുകൊണ്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ 4 പേരുടെ മോന്ത കാണിക്കുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ 4 പേരും ഇവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയാണ്. വേറെ ആരും ഇല്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ പോയതും വളരെ അടിപൊളി ഒരു സ്ഥലത്താണ്. അടിപൊളി സ്ഥലം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അതൊരു ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീനായിരുന്നു. ആയുർവേദ മെഡിക്കൽ കോളേജിൻ്റെ ക്യാൻറ്റീൻ ആയതുകൊണ്ട് തന്നെ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേർന്ന രീതിയിലാണ് ആ ഹോട്ടൽ ഉണ്ടാക്കിയേക്കുന്നത്. ഹോട്ടൽ ഇല, അതാണ് ഹോട്ടലിൻ്റെ പേര്. ഭയങ്കരമായിട്ട് പ്ലാന്റ്സൊക്കെ ഒത്തിരി ഉണ്ട്. ഒരു ഗ്രീൻ ഹൗസ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അവിടെ ചെന്ന് ദോശ, ഞാൻ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. തക്കു നെയ്യ് റോസ്റ്റ്, കുട്ടൻചേട്ടൻ പൊറോട്ടയും കടലക്കറിയും, അമ്മ സെറ്റ് ദോശ. കുട്ടൻചേട്ടൻ്റെ പൊറോട്ടയും കടലക്കറിയും ലേറ്റായിട്ടാണ് വന്നത്. ഞങ്ങളുടെ ദോശയുടെ ഐറ്റംസ് എല്ലാം നേരത്തെ വന്നു. ഞങ്ങളുടെ പാത്രത്തിലിട്ട് കൈയിട്ട് വരുമായിരുന്നു കുട്ടേട്ടൻ. ഭക്ഷണമൊക്കെ പെട്ടെന്ന് കഴിക്കണമല്ലോ. ഭക്ഷണമൊക്കെ പെട്ടെന്ന് കഴിച്ചിട്ട് പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഹോട്ടലാണെന്നതാ. ലോട്ടസൊക്കെ നിൽക്കുന്നതുണ്ടോ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഫാൻ ഇല്ലെങ്കിലും നല്ല തണുപ്പാണ്. അപ്പം ഓർത്ത് വെച്ചോ, പറശ്ശിനിക്കടവ് വരുന്നവർ ഹോട്ടൽ ഇല. അപ്പം അവിടുന്ന് ഉപ്പിലിട്ട് നെല്ലിക്കയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു യാത്ര. എങ്ങോട്ടാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. കണ്ണൂർ തന്നെയാണ്. കണ്ണൂർ തേർത്തലി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. തേർത്തലിക്ക് പോകുന്ന വഴിയൊക്കെ ഉണ്ടല്ലോ, എക്സ്ട്രാ ഓർഡിനറി, ഓസം, അമേസിങ്, ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ പോയത് ഇൻഡിപെൻഡൻസ് ഡേക്ക് തലേത്തെ ദിവസം ആയതുകൊണ്ട് ഇൻഡിപെൻഡൻസ് ഡേയുടെ കുറച്ച് ഫ്ലാഗ്സും അതിൻ്റെ കുറച്ച് ഐറ്റംസും ആക്സസറീസും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തത്. കാരണം ഇൻഡിപെൻഡൻസ് ഡേയുടെ ഡ്രസ്സ് ഇട്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ യാത്രയിലായതുകൊണ്ട് തന്നെ. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഞങ്ങൾ 4 പേരെയും പിന്നെയും കാണിക്കുന്നത് ഞങ്ങൾ 4 പേരും ഇവിടെ ഉണ്ടേ എന്നറിയിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു യാത്രയിൽ പോകുന്ന ഈ വഴികളൊക്കെ വളരെ മനോഹരമാണെന്ന്. മലമ്പ്രദേശമാണ്. മലയ്ക്കകത്തൂടുള്ള റോഡിൽ കൂടാണ് നമ്മൾ യാത്ര പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ വരും. പക്ഷേ കാണാൻ ക്യൂട്ടാണ് സ്ഥലങ്ങളൊക്കെ.
മലനിരകളിലൂടെയുള്ള യാത്രകൾ എന്നും മനസ്സിനൊരു പ്രത്യേക സന്തോഷം നൽകുന്നതാണ്. വളഞ്ഞു തിരിഞ്ഞ മലവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ചുറ്റുമുള്ള പച്ചപ്പും മഞ്ഞുമൂടിയ മലകളും തണുത്ത കാറ്റും മനസ്സിനെ ഏറെ ആകർഷിക്കും. നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതിയോട് ചേർന്ന് കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരു പുതിയ ഉണർവ് ലഭിക്കും. ഓരോ വളവ് പിന്നിടുമ്പോഴും കാണുന്ന പുതിയ കാഴ്ചകളും മലനിരകളുടെ ഭംഗിയും യാത്രയെ കൂടുതൽ മനോഹരമാക്കും. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിലുപരി ആ വഴിയിലൂടെയുള്ള ഓരോ നിമിഷവും ആസ്വദിക്കുമ്പോഴാണ് ഒരു യാത്ര യഥാർത്ഥത്തിൽ മനോഹരമായ ഓർമ്മയായി മാറുന്നത്. അപ്പോൾ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? ഞങ്ങൾ ഒരാളെ കണ്ടുമുട്ടാൻ വേണ്ടി പോവാണ്. ആരാണെന്നല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ആ ആളെ തേടിയുള്ള ആ ആളുടെ നാട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ് ഞങ്ങൾ. മനസ്സിലായോ? മാർട്ടിൻ. ഞങ്ങളിപ്പോൾ കണ്ണൂർ മാർട്ടിൻ്റെ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മാർട്ടിൻ എപ്പോഴും പറയും എൻ്റെ വീട് മലയുടെ മണ്ടയ്ക്കാണെന്ന്. പക്ഷേ ഇത്രയും വളരെ ഭംഗിയുള്ള സ്ഥലത്താണ് മാർട്ടിൻ്റെ വീടെന്ന് ഞങ്ങൾ ഈ പ്രാവശ്യം കണ്ണൂർ പോയപ്പോഴാണ് മനസ്സിലായത്. ഇനിയും മാർട്ടിൻ്റെ വണ്ടിയെ ഫോളോ ചെയ്ത് നമുക്ക് യാത്ര ചെയ്യാം. മാർട്ടിൻ എന്തായാലും ഞങ്ങളെ വിളിക്കാൻ വന്നത് എന്തുകൊണ്ട് നന്നായിരുന്നു. ഷാലറ്റ് നേരത്തെ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ GPS ഒന്നും ആ ഒരു എക്സാക്റ്റ് ലൊക്കേഷനിൽ വർക്ക് ചെയ്യത്തില്ല. നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് ഇങ്ങനെ അരുവികളും ചെറിയ ചെറിയ തോട് പോലെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അവിടെ ഉള്ളവർ കൂടുതലും അത് കൃഷിക്കും പിന്നെ മാർട്ടിനോട് ചോദിച്ചപ്പോൾ മാർട്ടിൻ പറഞ്ഞു അത് കുടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ പന്തളം തൊട്ട് ഡ്രൈവ് ചെയ്ത് മുത്തപ്പനെയും കണ്ടു. തേർത്തലയിൽ മാർട്ടിൻ്റെ വീട്ടിലും എത്തി. ഇനി മാർട്ടിൻ്റെ വീട്ടിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നെ കണ്ടാലോ. അപ്പോൾ ടാറ്റാ ബൈ സി യു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂട്ടത്തിൽ സബ്സ്ക്രൈബും ചെയ്തേക്കണേ.